ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ ടിപ്സ് ആയിട്ട് കേട്ടോ. ഈ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആവാൻ ടിപ്സ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ ടിപ്പ്, ബിരിയാണിക്ക് അരി പിടിക്കാറില്ലേ, ബസ്മതി ആയിക്കോട്ടെ, ജീരക മസാല അരി ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ. ഈ അരിയിലോ പ്രാണികളോ പുഴുക്കളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടിപ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഗ്രാമ്പല്ലേ, 2 എണ്ണം എടുക്കുക, 2-3 എണ്ണം എടുക്കുക കേട്ടോ. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം എടുത്താൽ മതി. എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക കേട്ടോ. അപ്പോൾ പ്രാണികൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും, അത് ഉണ്ടാവാതിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ മുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്ത് വയ്ക്കാറില്ലേ, നമ്മൾ നാട്ടിൽ വേണ്ടി കൊണ്ടുവരുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. അത് നമുക്ക് ഒരു കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുക. എടുത്ത് വയ്ക്കുമ്പോൾ ഇതിനൊരു കളർ ചേഞ്ച് ഉണ്ടാവും. കളർ ചേഞ്ച് ഒരു പൂപ്പിൽ പിടിച്ച പോലത്തെ, പിന്നെ വൈറ്റായിട്ട് കൂടി ഉണ്ടാവും കേട്ടോ. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം കണ്ട, ഞാൻ ടീസ്പൂൺ കൊണ്ടാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തിട്ട് എടുത്താൽ കളറൊന്നും ചേഞ്ച് വരാതെ, പൂപ്പലോ അങ്ങനെ ഒന്നും പിടിക്കാതെ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് എത്ര മാസമെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാറില്ലേ ബോട്ടിൽ, അത് നമ്മൾ എത്ര കടിയാലും ഉള്ളിലോ ഒരു കോർണറിലോ താഴത്ത് അഴുക്കെണ്ണ പോവാതെ ഇരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പാണ്, കുറച്ച് വെള്ളം എടുക്കുക, നല്ല കടുക് ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ളിലോ അഴുക്കൊക്കെ പോവട്ടോ. ആ സൈഡിലുള്ള അഴുക്ക് ഇങ്ങനെ ഒറ്റ പിടിച്ചിട്ട് നിൽക്കും, അതൊക്കെ പോവട്ടോ. ഇങ്ങനെ നമുക്ക് അരിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുക. കണ്ട, എന്നെ അവിടെ പിടിച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. മൂടി വെച്ച ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. കണ്ട, ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ബോട്ടിൽ കടുകിയിട്ട് എടുക്കാം. ഈ ഉള്ളിലോ അടിയിലുള്ള അഴുക്ക് മുഴുവൻ പോവുക കേട്ടോ. ഞാൻ ബോട്ടിൽ കടുകി കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു 1/2 മണിക്കൂർ ശേഷം ഈ ബോട്ടിൽ കടുകി എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാൻ ആവശ്യമില്ല കേട്ടോ. കണ്ട, നമ്മൾ ബോട്ടിൽ ഒന്ന് കടുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ. നല്ല ക്ലീനായ ബോട്ടിൽ കിട്ടില്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. നമ്മൾ രാത്രിയൊക്കെ സ്പോഞ്ചൊക്കെ പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം സ്പോഞ്ച് കഴുകി വയ്ക്കാറില്ലേ, കഴുകി വെച്ച ശേഷം നമുക്ക് ആ സമയത്ത് ഒന്നിപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഈ സ്പോഞ്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അഴുക്കൊക്കെ പോവും, നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്തിട്ട് എടുത്താൽ മതി. ഭയങ്കര അഴുക്കായിട്ട് ബാഡ് സ്മെല്ലുണ്ടാവും, അതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പ് കാണാം കേട്ടോ. നമ്മൾ ഫിഷോ ചെമ്മീനോ അതൊക്കെ മേടിക്കുമ്പോൾ നമ്മളിവിടെ ഷിങ്കിൾ വെച്ചിട്ട് കടുകിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബാഡ് സ്മെല്ലുണ്ടാവും കേട്ടോ. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് സ്പോഞ്ച് കൊണ്ട് കടുകിയിട്ട് എടുക്കുക.
ഇത് ഞാൻ പാത്രങ്ങൾ കഴുകാൻ വേറെ ഷിങ്ക് കഴുകാൻ വേറെ സ്പോഞ്ച് കേട്ടോ. അങ്ങനെ നിങ്ങൾ കൂടി യൂസ് ആക്കിയാൽ മതി. ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഈ സമയത്ത് നമുക്കൊരു ചെറുനാരങ്ങ കട്ട് ചെയ്തത് പകുതി എടുക്കാം കേട്ടോ. പകുതി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഉള്ളിലൊന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കടുക കേട്ടോ, തേച്ച് വെക്കുക. അപ്പോൾ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. മീനിൻ്റെ സ്മെല്ല് തീരെ ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യണമെന്നില്ലെങ്കിൽ ചെയ്ത് നോക്കണേ. ഇങ്ങനെ വെച്ചാൽ മതിട്ടോ കുറച്ച് കാണാം. ഇനി നമുക്ക് അടുത്ത ടിപ്പായിട്ട് കാണാം. നമ്മളെല്ലാവരും കുക്കർ യൂസ് ആക്കാറുണ്ട്. കുക്കറിൻ്റെ മൂടി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വിസിലെടുത്തിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് ഒന്ന് ഊതി നോക്കാം കേട്ടോ. ഒന്ന് എയറൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് അങ്ങനെ നോക്കാം. ഇനി നമ്മൾ മൂടി ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഡ്രോപ്പായിട്ട് വീണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലോ അഴുക്കുണ്ടാവും കേട്ടോ. ഇങ്ങനെ വെള്ളം പോലത്തെ പോകണമെന്നുണ്ടെങ്കിൽ അഴുക്കൊന്നും ഇല്ല കേട്ടോ. അതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇനി കട്ടിംഗ് ബോർഡ് എടുക്കാം കേട്ടോ. കട്ടിംഗ് ബോർഡ് നമുക്ക് എപ്പോഴും യൂസ് ആവാണതാണ്. അത് നമ്മൾ എത്ര വൃത്തിയായിട്ട് വെച്ചാലും അത്ര നല്ലതാട്ടോ നമുക്ക്. അപ്പം നമുക്കൊരു കട്ടിംഗ് പ്ലേറ്റ് എടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് ഉണ്ടാവില്ലേ, അതെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കണം കേട്ടോ. മാറ്റി വെച്ച ശേഷം നാരങ്ങയുടെ പകുതി കട്ട് ചെയ്ത ശേഷം ഇതിലേക്കൊന്ന് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് എടുക്കില്ലേ, അങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിനുള്ള അഴുക്കൊക്കെ പോയി കിട്ടും. കണ്ട ഇങ്ങനെ തേച്ച് വെക്കാം കേട്ടോ. തേച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകി എടുത്താൽ മതി. കണ്ട ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക. കണ്ട അഴുക്കൊക്കെ കാണുന്നുണ്ടോ? ഇങ്ങനെ അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതില്ലെങ്കിൽ ചെയ്ത് നോക്കണേ. കണ്ട കടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പായിട്ട് കാണാം. നമ്മൾ വുഡിൻ്റെ കട്ടിംഗ് പ്ലേറ്റ് ഉണ്ടാവില്ലേ, അതെടുക്കുക. അതെടുത്തിട്ട് ഇത് ഒന്ന് കഴുകിയിട്ടെടുക്കുക. അതിനുശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക. തുടച്ചെടുത്ത ശേഷം നമുക്ക് ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ കിച്ചൺ ടവൽ കൊണ്ടോ ഇത് വെച്ച് തുടച്ചെടുക്കുക കേട്ടോ. തുടച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ തടവി കൊടുക്കുക. കണ്ട ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ കട്ടിംഗ് പ്ലേറ്റ് നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നില്ലെങ്കിൽ ചെയ്ത് നോക്കണേ. ഈ വുഡിൻ്റെ കട്ടിംഗ് പ്ലേറ്റും അതേപോലത്തെ വുഡിൻ്റെ സ്പൂണുകൾ അതിനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. കണ്ട നന്നായിട്ട് ഷൈനിങ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പായിട്ട് കാണാം. ബ്രെഡ് മേടിക്കാറുണ്ടല്ലേ, നമ്മൾ ബ്രെഡിലേക്ക് എയറൊക്കെ പോയാൽ ഒന്ന് നാശമായിട്ട് ഇരിക്കും കേട്ടോ. സോഫ്റ്റായിട്ടുണ്ടാവും, സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് എയറൊന്നും പോവാതെ ബ്രെഡിൻ്റെ പാക്കറ്റ് എങ്ങനെ കട്ടി വയ്ക്കാൻ നോക്കാം കേട്ടോ.
ഇങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. കണ്ട, ഇങ്ങനെ വയ്ക്കുക. അത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ബ്രെഡ് നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇത്രയല്ല കേട്ടോ. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ട, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.